ISL-ൽ 12ാം സീസണിലെ ആശ്വാസ സമനില നേടി കേരള ബ്ലാസ്റ്റേഴ്സ്. ഈസ്റ്റ് ബംഗാളിനെതിരെ ഇഞ്ചുറി ടൈമിലാണ് സമനില പിടിച്ചെടുത്തത്. 92ാം മിനിറ്റിൽ അജ്സലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ നേടിയത്. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും ഒക്കെയാണ് ഈ കേരളം കാത്തിരിക്കുന്നത്. ഒരു ആശ്വാസ സമനിലയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ ആശ്വസിക്കാം എന്നേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് മത്സരം നടന്നത്? തീർച്ചയായും നമുക്കറിയാവുന്നത് പോലെ തന്നെ സ്വാതി, കഴിഞ്ഞ 4 മത്സരങ്ങളിൽ തുടർ തോൽവികളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിലേക്ക് അല്ലെങ്കിൽ കൊൽക്കത്തയിലേക്ക് പോയത്. അവിടെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒരു ആശ്വാസ സമനില, അതും ഒരു എവേ മത്സരത്തിൽ ആശ്വാസ സമനില നേടുന്നു എന്നതാണ് ഈ ഒരു മത്സരത്തിന്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും ഒരു മികച്ച പ്രകടനം തന്നെ താരങ്ങളിൽ നിന്ന് കാഴ്ചവെക്കാൻ താരങ്ങൾ മുന്നോട്ട് വന്നു എന്നതും ഈ ഒരു മത്സരത്തിലെ എടുത്തു പറയേണ്ടതാണ്. ഇനി മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ തുടക്കം മുതൽ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ആധിപത്യമാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഒരു മികച്ച തുടക്കം അല്ലെങ്കിൽ ഒരു മികച്ച അവസരം 6ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നു. ആ ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡാനിഷിനെ മുതലെടുക്കാൻ സാധിക്കാത്തതോടെ പിന്നീട് ആദ്യ പകുതിയിലെ എല്ലാ നിയന്ത്രണവും ഈസ്റ്റ് ബംഗാൾ ഏറ്റെടുക്കുകയായിരുന്നു. 10ാം മിനിറ്റിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ പെനാൽറ്റിയിലൂടെ യൂസഫ് അൽസാരിയുടെ ഗോളിലൂടെ ഈസ്റ്റ് ബംഗാൾ മുന്നിലെത്തുന്നു. പിന്നീട് നടന്നത് ഒരു ഈസ്റ്റ് ബംഗാളിന്റെ തുടർ ആക്രമണങ്ങളാണ്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് 2-3 തവണകൾ ബോളുകൾ ഗോൾ വലയിലേക്ക് ഇരമ്പി എത്തിയെങ്കിലും ഗോൾ കീപ്പറുടെ മനക്കരുത്ത് കൊണ്ട് ആ പന്തുകൾ തട്ടിയിടുകയായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ആദ്യ പകുതിയിൽ തന്നെ അജ്സലിന് 2 സുവർണ അവസരങ്ങൾ ലഭിച്ചിരുന്നു. അത് വലയിലാക്കാൻ അജ്സലിന് സാധിച്ചില്ല. 2ാം പകുതിയിലേക്ക് എത്തുമ്പോൾ ഒരു മികച്ച ആക്രമണവും പ്രതിരോധവും തീർത്തുകൊണ്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ ഇതിൽ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയി. ഒപ്പം അവസാന നിമിഷം, അതായത് മത്സരം അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കുകയാണ് 92ാം മിനിറ്റിൽ അജ്സൽ ഗോൾ നേടുന്നത്. അജ്സലിന്റെ ഗോളിലൂടെ ഈ ഒരു സീസണിലെ ആദ്യ പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്നത് വിദേശ താരങ്ങളിലെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇന്നത്തെ മത്സരം സമാന രീതിയിൽ തന്നെയായിരുന്നു. വിദേശ താരങ്ങൾ ഈ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നതെങ്കിൽ മറ്റു താരങ്ങൾ മികച്ച രീതിയിൽ പന്തണക്കത്തോടെ കളിക്കുകയും ചെയ്തതോടെ ഒരു മികച്ച ഒരു ആശ്വാസം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പോയിന്റ് പട്ടികയിൽ ആദ്യ പോയിന്റ് നേടിയതെങ്കിലും അവസാന സ്ഥാനക്കാരിൽ തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. എന്തായാലും അജ്സൽ ഈ ഒരു മലയാളി താരത്തിന്റെ കരുത്തിൽ തന്നെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് ഒരു ആശ്വാസ സമനില നേടിയതെന്നാണ് ഈ ഒരു മത്സരത്തിന്റെ നമുക്ക് പറയാനുള്ളത്.